ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും എൻ്റെ നമോഭാഗം. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 3 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിൽ നിന്ന്. ഈ 3 ശ്ലോകങ്ങൾ എടുത്തിരിക്കുന്നത് ചാപ്റ്റർ 3 നിന്നാണ്. ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി, യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നത് വഴി നമ്മൾ എന്ത് പഠിക്കുന്നു, നമ്മുടെ ജോലി എങ്ങനെ നമുക്ക് മികച്ച രീതിയിൽ ചെയ്യാം, നമ്മുടെ ജോലിയിൽ വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിവാകാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതുവരെ വായിച്ച ശ്ലോകങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഇന്നത്തെ ശ്ലോകം പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ശ്ലോകം പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ജോലിയിൽ വരുന്ന തടസ്സങ്ങളെ എങ്ങനെ ഒഴിവാക്കാം. അത് 7ാമത്തെ ശ്ലോകം. 8ാമത്തെ ശ്ലോകം പറയുന്നത് നമ്മള് ഇഷ്ടമുള്ള ജോലി കിട്ടുന്നില്ല. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടമില്ല, നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണെന്ന് പറഞ്ഞാൽ നമ്മളിലോട്ട് വരുന്നുമില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? 3ാമത്തെ ശ്ലോകം പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ഉത്തമമായ രീതിയിൽ, ശരിയായ രീതിയിൽ, ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിയല്ല, സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ശരി ആയ രീതിയിൽ നമ്മളുടെ ജോലികൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോ ആദ്യത്തെ ശ്ലോകം ഇത് 3 എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ശ്ലോകം 7 പറയുന്നത് നമ്മുടെ ജോലിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മളുടെ ആ ജോലിയിൽ ധ്യാനിക്കാതെ ആ ധ്യാനം വേറെ എവിടെയോ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റാത്തത്. ഇതെവിടെയാണ് പോകുന്നത്? ഇത് പോകുന്നത് ചുറ്റുവട്ടത്തുള്ള ശബ്ദങ്ങളിലും ചുറ്റുവട്ടത്തുള്ള ബുദ്ധിമുട്ടുകളിലും നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ശക്തികളിലുമാണ് ഈ ധ്യാനം പോകുന്നത്. അപ്പൊ നമ്മളെ ധ്യാനത്തെ നമ്മൾ തിരിച്ച് നമ്മുടെ ജോലിയിലോട്ട് കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമ്മളുടെ മനസ്സിനെ നമ്മൾ അതിന് അനുയോജ്യമായി പ്രവർത്തിപ്പിക്കണം. നമ്മുടെ മനസ്സിന് അതിനനുയോജ്യമായിട്ടുള്ള കഴിവുകളും സിദ്ധികളും നൽകി കഴിഞ്ഞാൽ അത് മനസ്സെന്ത് ചെയ്യും? ഈ ബുദ്ധിമുട്ടുകളും ഈ പിന്തിരിപ്പിക്കുന്ന ശക്തികളിൽ നിന്നും നമ്മളുടെ ധ്യാനത്തെ തിരിച്ച് നമ്മുടെ ജോലിയിലോട്ട് കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ജോലിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജോലി വളരെ മികച്ചതായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ധ്യാനമാണ് ഏറ്റവും. അതായത് നമ്മള് ഭഗവാനെ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിനെ ധ്യാനിച്ചിട്ട് മനസ്സിനെ ട്രെയിൻ ചെയ്യണം. മനസ്സിനെ ട്രെയിൻ ചെയ്യുക. അങ്ങനെ ആ വഴിയാണ് നമുക്ക് നമ്മുടെ ജോലി കൂടുതൽ മികച്ചതായി ചെയ്യാൻ പറ്റുക. ശ്ലോകം 8 പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ഇപ്പൊ ചെയ്യുന്ന ജോലി അവർക്ക് ഇഷ്ടമുള്ള ജോലി ആയിരിക്കില്ല. പക്ഷെ എന്നാലും സഹിച്ച് ചെയ്യുക, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കും. അല്ലെങ്കിൽ അവരിപ്പോ അവർക്ക് ഇഷ്ടമുള്ള ജോലി വരാത്തത് കാരണം അവർ ചെയ്യാതെ കാത്തിരിക്കുകയാണ്. ഇഷ്ടമുള്ള ജോലി വരട്ടെ എന്നുള്ള ഒരു അവസ്ഥയിൽ. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ശ്ലോകം 8 പറയുന്നത്. ശ്ലോകം 8 സാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന് ദഹനം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ശരീരം ദഹനം ചെയ്യാതിരുന്ന ആ ശരീരം നശിച്ചു പോകും. അതേപോലെയാണ് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിൽ കൂടി നമ്മൾ ആ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പ് ബാധിക്കപ്പെടുന്നതായതുകൊണ്ടും നമ്മുടെ വളർച്ച ബാധിക്കപ്പെടുന്നതായതുകൊണ്ടും നമുക്ക് കർമ്മജ്ഞാനം കിട്ടാതാവുകയും വരും.
അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഭഗവാൻ, അതായത് ഭഗവാൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ആ ജോലി നമ്മളിലോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലം ഭാവിയിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ടാണ് പ്രപഞ്ചം ആ കർമ്മം നമ്മളിലോട്ട് എത്തിച്ചത്. അപ്പോ ഇഷ്ടമില്ലാത്ത ജോലിയാണെന്ന് വിചാരിച്ച് അതിൽ നിന്ന് ജ്ഞാനം നേടാതിരിക്കരുത്. കാരണം ഭഗവാൻ ആ ജോലി നമ്മൾക്ക് തന്നത് അതിൽ നിന്നുള്ള ജ്ഞാനം ഭാവിയിൽ എവിടെ ഉപയോഗിക്കാനാണ്. അപ്പോ അത് നമ്മൾ നേടിയില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മളെ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത ജോലിയാണെങ്കിലും ചെയ്യേണ്ടതാണ്. ശ്ലോകം 9 സാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആരും അത്ര പ്രഗത്ഭരൊന്നുമല്ല. എല്ലാവരും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും ജോലി ചെയ്യുന്ന സമയത്ത്. ആ തെറ്റുകള് ഫലമായിട്ട് നമ്മൾക്ക് കുറെ കർമ്മദോഷങ്ങൾ കിട്ടും. കർമ്മദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റ് കാരണം നമുക്ക് ഭാവിയിൽ വേറെ ബുദ്ധിമുട്ടുകൾ വരികയാണ്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളെ എല്ലാം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് 9ാമത്തെ ശ്ലോകം പറയുന്നത്. അപ്പോ ഇത് കുറച്ച് വിഷ്ണു എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് അർത്ഥം മനസ്സിലാവും. അപ്പൊ പ്രപഞ്ചത്തിലുള്ള മൂന്ന് പുരുഷനും 3 ശക്തിയാ ഉള്ളത്. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയും. ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി. അപ്പോ സൃഷ്ടിക്കായി ഉപയോഗിക്കുന്ന പുരുഷനെ ബ്രഹ്മാവെന്നും സംഹാരത്തിന് ഉപയോഗിക്കുന്ന പുരുഷനെ ശിവൻ എന്നും, ആ കർമ്മം നിലനിർത്തിക്കൊണ്ട് പോകുന്ന പുരുഷനെ വിഷ്ണു എന്നും ആണ് കാണുന്നത്. അങ്ങനെ കർമ്മം നിലനിർത്തിക്കൊണ്ട് പോകുന്ന പുരുഷന് ആവശ്യമുള്ള ശക്തി അല്ലെങ്കിൽ അതിനാവശ്യമുള്ള ഊർജത്തെയാണ് ലക്ഷ്മി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ വിഷ്ണു എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളുമായി അല്ലെ. അപ്പോ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടാവുക? ഓരോ കർമ്മവും നമ്മൾ ചെയ്ത തെറ്റ് വേറെ ഏതോ ഒരു കർമ്മത്തിനെ ബാധിച്ചു, അത് വേറെ ഏതോ ഒരു കർമ്മത്തിനെ ബാധിച്ചു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അത് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മത്തിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രപഞ്ചത്തിന്റെ വിഷ്ണുവിനെ സമർപ്പിക്കുക. അതായത് ഞാൻ ഈ ചെയ്യുന്ന കർമ്മം മറ്റെല്ലാ കർമ്മങ്ങളെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കർമ്മബന്ധനം, അതായത് നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ നിന്നുള്ള ദോഷങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അപ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനെ സമർപ്പിച്ച് നമ്മൾക്ക് വരുന്ന എല്ലാ ജോലികളും ഭഗവാൻ നമ്മൾക്കായി തരുന്നതാണെന്ന് കരുതി നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാനിലോട്ട് അർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വളരെയധികം ഗുണമുണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ലൊരു ഞായറാഴ്ച നല്ല രീതിയിൽ എൻജോയ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമോ നാരായണ.